ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷം ഉയിർപ്പ് കാലം 4-ാം ഞായറാഴ്ച നാം ശ്രവിക്കുന്നത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നുള്ള ഈശോയുടെ ആ വാഗ്ദാനം ആണ് നാം ശ്രവിക്കുന്നത്. നമ്മൾ ലോകം മുഴുവനും വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഇന്നലെ ശ്രവിച്ചതേയുള്ളൂ. അനൻസ്യോ വോബിസ് ഗ്വാദിയം മാഞ്ഞും, അതായത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. പുതിയ മാർപ്പാപ്പായെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഹബേമുസ് പാപ്പാം, നമുക്ക് പാപ്പായെ ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഉയിർപ്പ് കാലത്തിൻ്റെ ഈസ്റ്ററിൻ്റെ തൊട്ടടുത്ത ദിവസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. സഭ മുഴുവനും ലോകം മുഴുവൻ ദുഃഖത്തിലാണ്ടു. പക്ഷേ ആ ദുഃഖം അല്പകാലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത വിളംബരം ചെയ്യപ്പെട്ടു. സഭയ്ക്ക് ഒരു പുതിയ തലവനെ ലയോ 13-ാം മാർപ്പാപ്പായെ ലഭിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് ആനന്ദിക്കാം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ മാളിക മുറി പ്രഭാഷണം, ആ പ്രഭാഷണം ഫെയർവെൽ ഡിസ്കോഴ്സ്, അതിലെ 3-ാം ഭാഗം ആണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈ വചനഭാഗങ്ങൾ വായിക്കുന്നത് ഉയിർപ്പ് കാലത്ത് വായിക്കുന്നതിൻ്റെ പ്രത്യേകത, ഈശോയുടെ ഉയിർപ്പിന് ശേഷമാണ് ഈ വസ്തുതകളെല്ലാം ശിഷ്യന്മാർക്ക് ഉള്ളിൽ തട്ടുന്ന വിധം മനസ്സിലായത്. ഈശോ നൽകുന്ന ആശ്വാസ വചനങ്ങൾ, വലിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്, വലിയ ദുരന്ത മുഖത്താണ് അവർ നിൽക്കുന്നത്. ആ സമയത്ത് ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് പ്രത്യാശയും ശക്തിയും പകരുകയും ചെയ്യുന്ന വചനങ്ങളാണ്. അത് കർത്താവിൻ്റെ വ്യക്തിപരമായ സംഭാഷണമാണിത്. പൊതുവെ പരസ്യ ശുശ്രൂഷയ്ക്ക് അവിടെ നൽകിയ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയപൂർവ്വമായുള്ള ആ സംഭാഷണം, അതിൽ കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യം, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. അല്പസമയം, ഇതെന്താണ് ഈ അല്പസമയം എന്ന് ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. ഈശോയും തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് അങ്ങനെ വിചാരിക്കുന്നത്? 7 പ്രാവശ്യം ഈശോ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ അല്പസമയം, എന്താണ് ഈ അല്പസമയം? ഈശോ തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന, ഈശോ ഇല്ലാത്ത അവസ്ഥ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, പലതരത്തിലുള്ള ദുഃഖങ്ങളിലും വിഷമങ്ങളിലും അകപ്പെടുന്ന അവസ്ഥ, ആ അല്പസമയം അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ വീണ്ടും വരും. ക്ലേശങ്ങളുടെ അല്പകാലം, ഹെബ്രായ ലേഖനം 10:37, ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരാതിരിക്കുകയില്ല, അവൻ വരും എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്. ഈ അല്പസമയം എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശയ്യാ 10:25, 26, 20 കാണിക്കുന്നത്. അല്പസമയം എന്ന് പറയുന്നത് ഒരു അർത്ഥവിരാമമാണ്. സഹനങ്ങളുടെ, വേദനകളുടെ, തെറ്റിദ്ധാരണകളുടെ, നഷ്ടങ്ങളുടെ, രോഗങ്ങളുടെ ഒക്കെ ജീവിതത്തിൻ്റെ അർത്ഥവിരാമം, പൂർണ്ണവിരാമമല്ല. എന്ന് പറഞ്ഞാൽ ഏറെ സമയം നീണ്ടു നിൽക്കുകയില്ല. ഈശോയിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം അല്പസമയത്തേക്കേ ഉള്ളൂ. ആ അല്പസമയത്തെ നേരിടുവാൻ തയ്യാറാകണം. ഞാൻ വീണ്ടും വരും. അല്പസമയത്തിന് ശേഷം, കർത്താവിൻ്റെ ഉയിർപ്പിന് ശേഷമുള്ള കർത്താവിൻ്റെ ഉത്ഥാനാനന്തര പ്രത്യക്ഷീകരണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആത്യന്തികമായ കർത്താവിൻ്റെ ഇനിയുള്ള വീണ്ടും വരവ്. അങ്ങനെ കർത്താവ് അവർക്ക് നൽകുന്ന ആ പ്രതീക്ഷ, ഞാൻ വീണ്ടും വരും. 20-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, ലോകം സന്തോഷിക്കും. പലപ്പോഴും വ്യക്തിപരമായ ദുഃഖങ്ങൾ, വേർപാട് ഒക്കെ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം കരയും, വിലപിക്കും. ലോകം അതിൻ്റേതായ താളത്തിൽ മുന്നോട്ട് പോകും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്ന അവസ്ഥയാണ്. ഞാൻ നിങ്ങൾ വേർപെടുമ്പോൾ കുരിശുമരണമൊക്കെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദുഃഖിക്കും. പക്ഷേ ഈ ദുഃഖം ശാശ്വതമായൊരു ദുഃഖമല്ല, ഇത് ദിവ്യ ദുഃഖമാണ് എന്ന് ഈശോ പറയുകയാണ്. അതിന് കാരണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 30-ാം സങ്കീർത്തനം 11-12, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി, എൻ്റെ ചാക്കുവസ്ത്രം അണിയിച്ച് എന്നെ ആനന്ദമണിയിക്കുന്നു. അപ്പോൾ ദൈവം അല്പകാലത്തേക്ക് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന, ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ശൂന്യതയുടെ വിടവ് അനുഭവവേദ്യമായേക്കാം. പക്ഷേ ഈ ദുഃഖം കർത്താവ് നമ്മുടെ മിഴികളിൽ നിന്നും മെഴുനീര് തുടച്ചു നീക്കി
നമുക്ക് പ്രത്യാശ നൽകി നമ്മുടെ മുഖത്തൊരു ആനന്ദം അവിടുന്ന് ചേർത്ത് വെച്ച് തരും. അതാണ് പറയുന്നത്. അപ്പോൾ ഈശോ ഈ പീഡാനുഭവത്തിൻ്റെ, സഹനത്തിൻ്റെ, ആ വേർപാടിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോഴും പ്രത്യാശ നൽകുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വരും. അത് ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സന്തോഷത്തെ കർത്താവ് കാണിക്കുന്നത് ഒരു സ്ത്രൈണ അല്ലെങ്കിൽ മാതൃപരമായ ഒരു ബിംബം ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നത് കണ്ട് അവർ ദുഃഖിതയായിരിക്കുന്നു. ഈ അല്പസമയം എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. വീണ്ടും 7ാമത്തെ പ്രാവശ്യം പറഞ്ഞ് 8ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുകയാണ് ആ സമയം. അപ്പോൾ ഒരു ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്ത് ജനിച്ചതുകൊണ്ട് സന്തോഷം നിമിത്തം ആ വേദന അവൾ മറന്നു പോകുന്നു. അപ്പോൾ കർത്താവ് ഒരു ലോകപാഠം, ഒരു പ്രകൃതിയിൽ നിന്നുള്ള ഒരു പാഠം തന്നെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഈ വേദന, ഈ ദുഃഖം ഒരു പ്രസവ വേദനയാണ്, ഒരു ഈറ്റുനോവാണ്. അടിമത്തത്തിൽ നിന്നും പുത്രസ്വീകാര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഈറ്റുനോവ് പ്രപഞ്ചം മുഴുവനും അത് അനുഭവിക്കുന്നുവെന്ന് റോമാലേഖനം 8:22 പൗലോസ് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യാ 26:18, 66:7 അവിടെയൊക്കെ ഈ പ്രസവ വേദനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം വരാനിരിക്കുന്ന നന്മയുടെ ഒരു ഇടവേളയായിട്ടാണ് കാണിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 12:2-4 വരെ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ സൂചിപ്പിക്കുകയാണ്. 5-ാം വാക്യത്തിൽ പറയുന്നു, അവളൊരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ ഇതെല്ലാം സന്തോഷത്തിൻ്റെ സദ്വാർത്ത നൽകുകയാണ്. ഈ വേദനകൾ പുതിയ യുഗത്തിന് വേണ്ടിയുള്ളൊരു ഈറ്റുനോവാണ്. ഈ പുതിയ യുഗം എന്ന് പറയുന്നത് ഉദ്ധിതനായ ഈശോ സന്നിഹിതനാകുന്ന ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആന്തരികമായ നോവ്, വേദനയാണ്. അത് ആ സഹനം ഏറ്റെടുക്കുമ്പോഴാണ് വലിയ പ്രതീക്ഷയോടുകൂടി പുതിയ യുഗം, ഒരു പുത്രൻ വരുന്നു, പുത്രൻ ജനിക്കുന്നു, ആ സന്തോഷം, ശിശുവിൻ്റെ ജനനം, ആ സന്തോഷം കർത്താവ് വീണ്ടും. അതുകൊണ്ട് 2ാമത്തെ ഭാഗത്ത് കർത്താവ് വീണ്ടും പറയുന്നത്, നിങ്ങൾ വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. യോഹന്നാൻ 20:20 പറയുന്നു, ഉദ്ധിതനായ ഈശോയെ കണ്ടപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഹൃദയം സന്തോഷിച്ചു. ഈശോയെ കാണുമ്പോൾ എല്ലാ ദുഃഖവും അകലും, സന്തോഷിക്കും. മാത്രമല്ല, ഈ സന്തോഷം ആരും നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. യോഹന്നാൻ 16:22 ഇന്നത്തെ ഒരു താക്കോൽ വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, പക്ഷേ ഈ സന്തോഷം നിസ്സാര കാര്യങ്ങളാൽ അത് എടുത്തു കളയപ്പെടുകയില്ല. നിത്യം നിലനിൽക്കുന്നൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതെന്ത് സന്തോഷമാണിത്? കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ആത്മാവിനെ നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, പാസ്കൽ ജോയ്, ഉയിർപ്പിൻ്റെ സന്തോഷം, അതാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുവിൻ. അങ്ങനെ ഈശോയുടെ നാമത്തിൽ, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ചോദിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എല്ലാം നൽകും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ കർത്താവ് പല പ്രാവശ്യം ആവർത്തിക്കുന്ന 7 പ്രാവശ്യം ആഗമനം പറയുന്നുണ്ട് ഈ സന്തോഷത്തെക്കുറിച്ച്. ഈ സന്തോഷം വെറും ഹാപ്പിനെസ് അല്ല, ഹാപ്പനിങ്ങിൽ നിന്നുണ്ടാകുന്നതാണ് ഹാപ്പിനെസ്. ചില ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളതാണ്. അത് നല്ലതായിട്ട് തോന്നുന്ന അനുഭവങ്ങളുണ്ടാകാം, അങ്ങനെയുള്ള നിലനിൽക്കുന്ന അനുഭവം അതല്ല. ഇത് ജോയ്, അത് ആനന്ദമാണ്. അങ്ങനെയുള്ള ആനന്ദം കർത്താവ് നൽകുന്നു. മനുഷ്യൻ്റെ വേദനകളിൽ, വിഷമങ്ങളിൽ ആനന്ദം ചൊരിയുന്ന കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം ഇന്നത്തെ 1ാമത്തെ വായനയിൽ യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായത്തിൽ 13 മുതൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. എന്താണ്? ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്ത് വിളിക്കുക, മലകളെ ആർത്ത് വിളിക്കുക. എന്തുകൊണ്ടാണ്? കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന ജനത്തോട് ഇവിടുന്ന് കരുണ കാണിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെയുള്ള ഒരു നിർവിശേഷപരമായ ഒരു ബിംബം ഉപയോഗിക്കുകയാണ്. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇന്നത്തെല്ലാം ഒരു മാതൃപരമായ വിശേഷണങ്ങൾ ചേർത്തുകൊണ്ടാണ്, സാദൃശ്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്. ഈറ്റുനോവിൻ്റെ കാര്യം പറയുന്നത് പോലെ ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതാവിന് മക്കളോടുള്ള സ്നേഹമാണ്. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം, അമ്മയുടെ സ്നേഹത്തിനും അപ്പുറത്തുള്ള വലിയ സ്നേഹം നൽകുന്ന പിതാവ്. 16-ാം വാക്യത്തിൽ 49-16, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത് അവിടെ വിശിഷ്ടമായി കർത്താവ് സംരക്ഷിക്കുന്നു. ഉള്ളംകൈയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കത്തക്ക രീതിയിൽ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സന്തോഷത്തോടു കൂടി പ്രതീക്ഷിച്ച് നിൽക്കുക. സന്താനങ്ങൾ നഷ്ടപ്പെട്ട് എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വരുമെന്ന് പറയും. ഈ സ്ഥലം പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക എന്ന് പറയുമ്പോൾ നീ ഹൃദയത്തിൽ പറയണം, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവളായ ഒരു വ്യക്തിക്ക്, സ്ത്രീക്ക് ജനിക്കുന്ന അവരുടെ ഫെമിനിൻ ഇമേജറിയാണ്. മാതൃപരമായ സ്ത്രൈണ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കുകയാണ്. അങ്ങനെ ദൈവം എല്ലാവരെയും സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യും. അവർ തൻ്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിൻ്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായി തീരും. അങ്ങനെ വലിയ പ്രതീക്ഷയുടെ സദ്വാർത്ത നൽകുകയാണ്. ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും ലോകത്തിൽ ആ പ്രതീക്ഷയുടെ സദ്വാർത്ത പ്രവാചകൻ പ്രവചിച്ചത് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈശോയുടെ ഈ വാഗ്ദാനം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുകയും ചെയ്യും. എന്നൊരു കർത്താവ് സംസാരിക്കുന്ന ഭാഗമാണ് 25 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞ അത് ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണ്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല, പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. യോഹന്നാൻ 16:28 സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണിത്. ലോകത്തിലേക്ക് വന്നു, അവിടെ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, അവൻ വീണ്ടും വരുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഇതാ സ്പഷ്ടമായി പറയുന്നു, നീ ഉപമകളോടെയല്ല പറയുന്നത്. എന്നിട്ട് 31-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോയുടെ ആ ഉദ്യമം, ആ ഉപദേശം എല്ലാം ഫലവത്തായി അവർ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, ഇനി ഒരു അല്പസമയം വരാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കാത്ത, അതായത് ഇടയനെ അടിക്കുന്നു, ആടുകൾ ചിതറുന്ന അവസരം, ആ സമയം, അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുന്ന വീണ്ടും അല്പസമയം കർത്താവിനെ ഉപേക്ഷിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. എന്നെ നിങ്ങൾ ഏകനായി വിട്ടുപോകും, അങ്ങനെയുള്ള സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു, പക്ഷേ പിതാവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇതെല്ലാം ഞങ്ങളോട് ഞാൻ പറഞ്ഞത്. 33-ാം വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എന്നാൽ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് വലിയ ഉപദേശം നൽകുകയാണ്. ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, പ്രകാശം നൽകുന്നു, സന്തോഷം നൽകുന്നു. ആ കർത്താവിൻ്റെ ആ ഉപദേശം സ്വീകരിച്ച ജനമാണ് ആദിമ ക്രൈസ്തവ സമൂഹം. ആ ഉപദേശം അത് ആണൊരു മിഷണറി സഭ എന്ന് ഇന്നലെ ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സഭയൊരു മിഷണറി സഭ, അദ്ദേഹം തന്നെ ഒരു മിഷണറി ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തുന്ന വിജാതിയുടെ ഇടയിൽ, സമറിയാക്കാരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഭാഗമാണ് നമ്മൾ അപ്പസ്തല പ്രവൃത്തി 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. അവർ സമറിയാക്കാർ ദൈവവചനം ശ്രവിച്ചു, മാമോദീസ സ്വീകരിച്ചു, പക്ഷേ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ല. അങ്ങനെ സ്നേഹന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിക്കുകയാണ്. അങ്ങനെ സഭ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അതാണ് പാസ്കൽ ജോയിയുടെ അടിസ്ഥാനം. ഉദ്ധിത സന്തോഷത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ദാനമാണ്. ആ ആനന്ദവും ശക്തിയും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യും. ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമായിട്ടാണ് നൽകുന്നത് ഈ ആനന്ദം. അങ്ങനെ ശിഷ്യന്മാർ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകുന്നത് കണ്ടപ്പോൾ ശിമയോൻ പറഞ്ഞു, ഞാൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും ശിരസിൽ കൈവച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക വിധം എനിക്കും ഈ ശക്തി തരിക. അപ്പോൾ ഒരു കൈക്കൂലി കൊടുത്ത് പരിശുദ്ധാത്മാവിനെ, അല്ലെ സഭയിൽ അംഗീകാരങ്ങൾ, സ്ഥാനങ്ങൾ, ദൈവിക ശുശ്രൂഷ, കൂദാശകളൊക്കെ ലഭിക്കുവാൻ പണം കൊടുക്കുക. ആണ് സൈമണിൻ്റെ പേരിലുള്ള ഈ കൈക്കൂലിക്ക് പറയുന്ന പേരാണ് സൈമണി. അപ്പോൾ പണം കൊടുത്ത്, സംഭാവന കൊടുത്ത്, സ്വാധീനം ചെലുത്തി, ലോബിയിങ് നടത്തി കാര്യങ്ങൾ നേടിയെടുക്കുക. അത് വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകളോട് ഈ പറയുന്ന വാക്കുണ്ട്, പത്രോസ്, നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടും കൂടി നശിക്കട്ടെ.
വെള്ളിത്തൊട്ടുകൾ കൊടുത്ത് സ്വാധീനങ്ങൾ നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ചെലുത്തി സംഭാവനകൾ കൊടുത്ത് അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ അവൻ നാശമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അപ്പോൾ ആദിമസഭയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രവണതകളുണ്ടായിരുന്നു. ശുദ്ധമായ താല്പര്യത്തോടു കൂടി കർത്താവിനെ അനുഗമിക്കുക, സ്വാർത്ഥ താല്പര്യത്തോടു കൂടി എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അനുഗമിക്കുമ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ശമയോൻ എന്ത് ചെയ്യും? എന്താണ് മറുപടി പറയുന്നത്? നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് മോചനം ലഭിക്കുവാൻ. അങ്ങനെ പാപമോചനം കൂടെ കൊടുക്കുവാൻ അതിനുവേണ്ടി അപേക്ഷിക്കുകയാണ് ഈ സമയം. അയാൾ മാനസാന്തരപ്പെട്ടു, പക്ഷേ ആ പേരിപ്പോഴും സൈമണി ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള പ്രവണതകളും ഇന്ന് നിലനിൽക്കുന്നു. അതിനെയെല്ലാം അതിജീവിച്ച് വിശുദ്ധമായൊരു സമൂഹമായി സഭ വളരണം. അങ്ങനെ വളരുന്ന ഒരു സഭയെക്കുറിച്ച് ആണ് ഇന്നത്തെ എഫേസസ് ലേഖനം കഴിഞ്ഞ ആഴ്ച വായിച്ചതിൻ്റെ തുടർച്ചയാണ്. ലെക്സിയോ കണ്ടിന്യൂവ എന്ന് പറയും, തുടർ വായനയാണ്. ഈശോയുടെ മഹത്വം, ഈശോയുടെ ആ ഔന്നത്യത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കണം. രണ്ടാമത്, നിങ്ങൾ ആ വിശുദ്ധർക്കുള്ള അവകാശത്തെക്കുറിച്ച് കാണാനുള്ള ആന്തരികമായ പ്രകാശം ലഭിക്കണം. മൂന്നാമത്, കർത്താവിൻ്റെ ശക്തിയുടെ അപരിമേയമായ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ശക്തിയാണ് കർത്താവിനെ ഉയർപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയത്. അവിടുത്തെ നാമം എല്ലാ നാമത്തേക്കാൾ ഉപരിയായി ഉയർത്തി. എന്നിട്ട് പറയുന്നു, അവനെ സഭയുടെ തലവനായി നിയമിച്ചു. സഭ അവൻ്റെ ശരീരമാണ്. എഫേസസ് 1:23. എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. അപ്പം സഭയിൽ സകല സമ്പൂർണ്ണതയും നിവസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സകല അനുഗ്രഹങ്ങൾ കൊണ്ടും മുടിചൂടി നിൽക്കുന്ന സഭ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, ആ ദൈവികമായ ആനന്ദമുണ്ട്. അത് കർത്താവിൽ നൽകി, കർത്താവ് സഭയിൽ ജീവിച്ചുകൊണ്ട് അത് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷ ദൈവികമായൊരു ദാനമാണ്. തുടർന്ന് പറയുക 2-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ, അപരാധങ്ങളും പാപങ്ങളും മൂലം നിങ്ങൾ ഒരിക്കൽ മൃതരായിരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഗതികൾ പിന്തുടർന്നു, ലോകീയമായി ചിന്തിച്ചു, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങൾ ജീവിച്ചു. അങ്ങനെ ക്രോധത്തിൻ്റെ മക്കളായി. പക്ഷേ 4-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ അങ്ങനെ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. മഹത്തായ സ്നേഹത്താൽ മിശിഹായോട് കൂടി നമ്മെ ജീവിപ്പിച്ചു. നമ്മളുടെ 3-ാം ഗഹന്തായിൽ അനാഫറയിൽ പ്രാർത്ഥിക്കുന്നത്, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. നീ ഞങ്ങളെ ജീവിപ്പിച്ചു, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, നിൻ്റെ ദൈവത്തിൽ പങ്കുചേർക്കുവാൻ. അതിൻ്റെ ഒരു അനുരണനം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നാണ് അത് ആ പ്രാർത്ഥനയൊക്കെ ഉരുത്തിരിഞ്ഞത്. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, മിശിഹായോട് കൂടി അവിടുന്ന് ഉയർപ്പിച്ച സ്വർഗത്തിൽ അവനോടുകൂടി നിങ്ങളെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ആ വലിയ പ്രത്യാശ, ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും മരണത്തിൻ്റെ ജീവിതത്തിൽ നിന്നും രക്ഷയുടെ, ജഡികതയുടെയും പാപത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും രക്ഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ആ അവസ്ഥ, അങ്ങനെ അവിടുന്ന് കാണിച്ച ഈ മഹത്വത്തെ ഓർത്ത് അവിടുത്തെ നിങ്ങൾ സ്തുതിക്കണം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, ഈ സഭയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി ഈശോ നമുക്ക് നൽകുന്ന ഒരിക്കലും അവസാനിക്കാത്ത, എടുത്തുകളയാനാവാത്ത ആനന്ദത്തിൽ ജീവിക്കുവാനും സഭയിൽ നിസ്വാർത്ഥമായി നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ, കുടുംബത്തിൽ, സഭയിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഈ സിമിയോനെ പോലെ അല്ല, സ്വാർത്ഥലാഭത്തിന് വേണ്ടിയല്ല, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ശുശ്രൂഷകളും സമർപ്പിക്കുവാനും അങ്ങനെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ മിഷണറിമാരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.